ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അഡ്മിറബിളുമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണണം. ന്യൂസിലൻഡിൽ നിങ്ങൾക്കൊരു ടീച്ചറായ ജോലി നേടണമെങ്കിൽ നിങ്ങൾ ഒരു ഇനീഷ്യൽ ടീച്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിലിൽ ഒരു ടീച്ചറായി രജിസ്റ്റർ ചെയ്തിരിക്കുകയും വേണം. ഏതൊക്കെയാണ് ന്യൂസിലൻഡിലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇനീഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ എന്ന് നോക്കാം. ന്യൂസിലൻഡിൽ പ്രധാനമായിട്ടും 5 ഇനീഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ. 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സാണിത്. ഈ ഡിഗ്രി കോഴ്സിൽ നിങ്ങൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നീ സ്പെഷ്യലൈസേഷനുകൾ എടുക്കാൻ സാധിക്കും. ഈ സ്പെഷ്യലൈസേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ടീച്ചിങ് രജിസ്ട്രേഷൻ ലഭിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ഈ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ്. 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. നിങ്ങൾക്കിത് പ്രൈമറിയിലോ സെക്കൻഡറിയിലോ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്തത് മാസ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സാണിത്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഏർലി ചൈൽഡ്ഹുഡ്, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷനുകളിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. 5 ബാച്ചിലർ ഓഫ് ടീച്ചിങ്. 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സാണിത്. ഇവയിലും ഏർലി ചൈൽഡ്ഹുഡ്, പ്രൈമറി, സെക്കൻഡറി സ്പെഷ്യലൈസേഷനുകൾ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കോഴ്സുകളിലെല്ലാം നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ടീച്ചിങ് കൗൺസിലിൽ ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് എങ്ങനെ നമ്മൾക്ക് ഈ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം. +2 ശേഷമാണ് നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ഒരു ടീച്ചർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാച്ചിലർ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സ് തിരഞ്ഞെടുക്കാം. ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് ഏർലി ചൈൽഡ്ഹുഡ്, പ്രൈമറി, സെക്കൻഡറി സെക്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെവലിലുള്ള ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ന്യൂസിലാൻഡിൽ ഒരു ടീച്ചർ ആകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ്ങോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈമറിയിലോ സെക്കൻഡറിയിലോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ ഒരു രജിസ്റ്റേർഡ് ടീച്ചർ ആകാം എന്നുള്ളതാണ്. ഇനി മുതൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണ്, നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണിത്. ന്യൂസിലൻഡിൽ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ആ ലിസ്റ്റ് പരിശോധിച്ച് ഏത് ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അടുത്തതായി ഈ കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാനായിട്ട് വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ കോഴ്സുകൾക്കും പല എലിജിബിലിറ്റീസ് ആണുള്ളത്. പക്ഷേ ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലെവൽ ഉണ്ടായിരിക്കണം. IELTS അക്കാഡമിക് മൊഡ്യൂളുകളിൽ ഓരോ സെക്ഷനും ഇൻഡിവിജ്വലായിട്ട് 7ഉം ഓവറോൾ 7ന് മുകളിലും നിങ്ങൾക്ക് IELTS സ്കോർ ഉണ്ടായിരിക്കണം. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഡിഗ്രി കോഴ്സിന് അഡ്മിഷന് വേണ്ടിയുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. +2 നിങ്ങൾ CBSE ആണ് പഠിച്ചതെങ്കിൽ ഓവറോൾ 75% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ഇനി അതല്ല കേരള സിലബസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ 70% മാർക്കോട് കൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം.
അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IELTS-ന് ഓവറോൾ 7-ഉം ഓരോ മൊഡ്യൂളുകൾക്കും 7 സ്കോർ വാങ്ങി നിങ്ങൾ പാസ്സായിരിക്കണം. ഇത് ഓരോ യൂണിവേഴ്സിറ്റികളിലും വ്യത്യാസമായിരിക്കും. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, അതായത് നിങ്ങളുടെ പാസ് പെർസെൻറ്റേജ് വ്യത്യാസമായിരിക്കും. പക്ഷേ IELTS സ്കോർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സെയിം ആണ്. ബാച്ചിലർ ഓഫ് ടീച്ചിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി നേരത്തെ പറഞ്ഞതുകൂട്ട് തന്നെ +2-ന് CBSE ലെവലിലാണെങ്കിൽ 75% മാർക്കോടുകൂടി പാസ്സാവണം. ഇനി സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 20% മാർക്കോടുകൂടി പാസ്സാവണം. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ IELTS സ്കോർ ഓവറോൾ 7-ഉം ഇൻഡിവിജ്വൽ സ്കോർ 7-ഉം ഉണ്ടായിരിക്കണം. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് കോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സ് പാസ്സായിരിക്കണം. ഈ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സിന് പല യൂണിവേഴ്സിറ്റികളും ഓൾമോസ്റ്റ് 70% മുകളിൽ പാസ് പെർസെൻറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ IELTS നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവറോൾ സ്കോർ 7-ഉം ഇൻഡിവിജ്വൽ സ്കോർ 7-ഉം ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ്ങോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ്ങോ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IELTS സ്കോറും, അതുകൂടാതെ നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സിന് മിനിമം 70% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സാവണം. ചില യൂണിവേഴ്സിറ്റികളിൽ മോർ ദാൻ 75-ഉം ചോദിക്കാറുണ്ട്. ഈ കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ ഓരോ കോഴ്സുകൾക്കും ഡിഫറെൻറ്റ് ഫീസാണുള്ളത്. ആവറേജ് കോഴ്സ് ഫീസ് പറയുകയാണ് എങ്കിൽ ഒരു വർഷം നിങ്ങൾ ഏകദേശം ഒരു $25,000 ഫീസായിട്ട് ഓരോ കോഴ്സുകൾക്കും നൽകേണ്ടതായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ 1 ഇയറിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ ചെയ്യുകയാണ് എങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ടീച്ചറായിട്ട് ജോലി നേടാൻ സാധിക്കും. അടുത്തതായിട്ട് ന്യൂസിലൻഡിൽ ഈ പറഞ്ഞ ഇനിഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നാൾ സ്റ്റേ ബാക്ക് ലഭിക്കുമെന്ന് നോക്കാം. ന്യൂസിലൻഡിലെ ടീച്ചിങ് ജോബ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളതാണ്. അതായത് ന്യൂസിലൻഡിലെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനെ നമ്മൾ ഗ്രീൻ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 2 വർഷം അവിടെ ജോലി നേടുകയാണ്, 2 വർഷം അവിടെ ജോലി ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ന്യൂസിലൻഡിലെ പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതാണ്. നിങ്ങൾ ലെവൽ 7-ന് മുകളിലുള്ള കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3 വർഷം സ്റ്റേ ബാക്ക് ലഭിക്കും. ആ 3 വർഷത്തിൽ നിങ്ങൾ 2 വർഷം ന്യൂസിലൻഡിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കും. ഇനി അതല്ല, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ അല്ല എങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ്, സൈനിങ് ഓഫ്. ബൈ.